ഹലോ ഫ്രണ്ട്സ്, നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടോ? ഒരു മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. താറാക്കോഴി മുട്ടയാണ്. അതിനുവേണ്ടി നമ്മളൊരു സവാളയും 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുട്ട നമുക്ക് നല്ലോട്ട് പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ ഈ മുട്ട വാങ്ങിയപ്പോഴേ എങ്ങനെയായിരുന്നു കേട്ടോ, കഴുകിയിട്ടൊന്നും അതിൻ്റെ കളറിന് മാറ്റമൊന്നുമില്ലായിരുന്നു. മുട്ടയുടെ തൊലിക്ക് നല്ല കട്ടിയായിരുന്നു കേട്ടോ. ഡബിൾ മുട്ടയാണ്. നമ്മൾ ഇതിലോട്ട് ഈ സ്പൂണിന് 2 സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് മുട്ട പൊരിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു കട്ടി കുറയാൻ വേണ്ടിയും നല്ല സോഫ്റ്റായിരിക്കാൻ വേണ്ടിയും കൂടിയാണ് കേട്ടോ. ഇതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നല്ല പോലെ ഒന്ന് കലക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദോശക്കല്ല് ചൂടായി നമുക്കിനി അതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ചുറ്റിലും കുറേ വെളിച്ചെണ്ണ നല്ല ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നല്ല പോലെ ഒന്ന് മുരിഞ്ഞ് വെന്ത് വരാൻ വേണ്ടിയാണ്. നമ്മളിത് അടച്ച് വെച്ചാണ് വേവിക്കുന്നത്. അപ്പോഴത്തേക്ക് ഇത് എടുക്കുമ്പം കണ്ടില്ലേ, നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കിയതുപോലെ നല്ല ഒരു സോഫ്റ്റ് ആയിരിക്കും. ഇത് മാമി പറഞ്ഞ ട്രിക്കായിരുന്നു കേട്ടോ. ഈ പാലൊഴിക്കുന്നതും ഈ അടച്ച് വെച്ച് വേവിക്കുന്നതൊക്കെ ചെറുതായിട്ടൊന്ന് മുരിഞ്ഞത് കൂടി പോയിട്ടുണ്ട്. അപ്പം നമുക്കിത് പാകമായിട്ടുണ്ട് കേട്ടോ. പ്ലേറ്റ് എടുത്ത് നോക്കി നോക്കാം. അപ്പോൾ കല്യാണി കണ്ടപ്പോൾ തന്നെ പറയുന്നത്, അമ്മ പിസ്തയെ പോലെ ഇരിക്കുന്നുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, ഒരു പീസ് വായിൽ വെച്ച് കൊടുക്കുമെന്ന് ചോദിച്ച് ഞാൻ അടുത്ത് വായിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.